ഹലോ ഗൈസ്, വെൽക്കം ടു ജി ജെ വേഴ്സ്. ദിസ് ഇസ് മീ ജി ജെ. ഇന്ന് ഞാൻ കണ്ട സിനിമ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ്. രാഹുലും ഇന്ദ്രനീലും ചേർന്ന് രചനയും സംവിധാനവും നിർവഹിച്ച ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ട് അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. സോ അതിന്റെ വിശേഷങ്ങൾ ഞാനൊന്ന് പങ്കുവയ്ക്കാം, അല്ലെങ്കിൽ അതിന്റെ എനിക്ക് കണ്ടിട്ട് തോന്നിയ അഭിപ്രായങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്യാം. സ്പോയിലേഴ്സ് ഒന്നും ഞാൻ പറയത്തില്ല. സോ എന്തായാലും സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻട്രൊഡ്യൂസിങ് ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്നായിരുന്നു ഇതിന്റെ ട്രെയിലറിൽ എഴുതി കാണിച്ചത്. ഓണസ്റ്റ്ലി അത് വളരെ വളരെ ശരിയാണ്. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ കുറച്ച് നാളായിട്ട് ഒരു എന്താ പറയുക കണ്ണഞ്ചിപ്പിക്കുന്ന ബോംബേർ പോലെ പടങ്ങൾ ഇങ്ങനെ പൊട്ടി 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 അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു കരിയറിന് ഓക്കെ സൈഡ് റോൾ അഭിനയിച്ച ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി നല്ലൊരു ഹിറ്റ് ആയിരുന്നു. പക്ഷെ ധ്യാൻ ലീഡായിട്ട് അഭിനയിച്ച എല്ലാ പടവും ഫ്ലോപ്പിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു സിനിമ വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഭേദപ്പെട്ടൊരു സിനിമയാണ്. ഭയങ്കര കിടിലമൊന്നുമല്ല, എന്നാൽ ഭയങ്കര മോശമല്ല. പക്ഷെ ഇതൊരു ഭേദപ്പെട്ട ഒരു എബോവ് ആവറേജിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഇതിന്റെ ബേസിക് ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ് നാട്ടിൻപുറത്ത് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഒരു ലൈബ്രറിയൊക്കെ നടത്തുന്ന, എന്നാൽ പോലീസിനെ ചെറിയ കേസുകളിലൊക്കെ സഹായിക്കുന്ന ഒരു ചെറിയൊരു ഡിറ്റക്റ്റീവാണ് നമ്മുടെ ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ആ ഒരു നാട് എന്ന് പറഞ്ഞാൽ വളരെ ഒരു സമാധാനപരമായിട്ടുള്ള നാടാണ്. വളരെ എന്താ പറയുക മാതൃകാ പോലീസ് സ്റ്റേഷനൊക്കെ ഉള്ള, വല്ലപ്പോഴും ഒരിക്കൽ ഒരു മോഷണ കേസ് വരുന്ന, സ്ഥിരമായിട്ട് ഒരേ കള്ളനെ തന്നെ പിടിക്കുന്ന ഒരു വളരെ സാധാരണമായിട്ടുള്ളൊരു നാടാണ്. അപ്പോൾ ആ നാട്ടിലേക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സംഭവം വരിക. നമ്മൾ ആ ട്രെയിലർ കണ്ടവർക്കറിയാം, മുഖത്ത് മാസ്ക് ധരിച്ചിട്ട് ആരോ ഒരാൾ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അങ്ങനെ ആ ഒരു കൊലപാതക പരമ്പര സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി ആ നാട്ടിലുണ്ടാകുന്ന മാറ്റവും അത് അന്വേഷിക്കാനായിട്ട് എത്തുന്ന പോലീസും അതിന് പാരലായിട്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ വകയുള്ള അന്വേഷണങ്ങളും പിന്നീട് തുടർന്ന് അൺഫോൾഡിങ് മിസ്റ്ററീസ് ഒക്കെയാണ് അതിന്റെ കഥ. സൈക്കോ ത്രില്ലേഴ്സ് സാധാരണയായിട്ട് വരുന്ന ഒരുപാട് സീരിയൽ കില്ലർ പരിപാടികളുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ അതേപോലെ ഇരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. പക്ഷേ ഇതിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ വളരെ നാടൻ ആയിട്ട്, വളരെ നാട്ടിൻപുറമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇതുകൊണ്ട് പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. ഇതിന്റെ ഒരു ആദ്യ പകുതി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിരാമായണത്തിന്റെ ഒരു വൈബ് പോലെ വളരെ പാരലൽ യൂണിവേഴ്സ് ആണ്. നമ്മുടെ ഈ സാധാരണ ഒരു കേരളത്തിലൊന്നും നടക്കുന്ന ഒരു കഥയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നാടും അങ്ങനത്തെ ആ ഒരു നാട്ടിൽ, അങ്ങനത്തെ ആ ഒരു യൂണിവേഴ്സിൽ അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു നാട്ടിൽ എല്ലാവർക്കും അവർക്ക് പരസ്പരം അറിയാം. ഒരു 200 സംതിങ്ങേ ഉള്ളൂ അവിടുത്തെ ജനസംഖ്യ. അവിടുത്തെ ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ധ്യാൻ ശ്രീനിവാസൻ വളരെ നന്നായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. ആ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സിനിമയിൽ അദ്ദേഹം ഒരു പ്രത്യേക തരത്തിലൊരു ഉഴപ്പൻ മറ്റുള്ള ഒരു അഭിനയമാണ്. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് വളരെ സിൻസിയർ ആയിട്ട് ആ ഒരു ക്യാരക്ടറിനനുസരിച്ച് വേണ്ട രീതിയിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ആ ഒരു ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന അവർക്ക് ശരിക്കും നല്ലൊരു അപ്രീസിയേഷൻ കൊടുക്കണം. കാരണം നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ ഒരുപാട് ഹ്യൂമേഴ്സ്, കൊച്ചു കൊച്ചു സ്ലാപ്സ്റ്റിക് കോമഡികൾ, അല്ലാതെ ഈ സിറ്റുവേഷൻ ഹ്യൂമേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഒപ്പം നമ്മുടെ കോട്ടയം നസീർ, അദ്ദേഹമാണ് ധ്യാൻ ശ്രീനിവാസന്റെ അച്ഛനായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പുള്ളിയും ധ്യാൻ ശ്രീനിവാസനും തമ്മിലുള്ള കോംബോയും പിന്നെ സീമാജി നായരുമായിട്ടുള്ളൊരു കോംബോയും അങ്ങനെ എല്ലാം നല്ല രീതിയിൽ അങ്ങനെ വളരെ ഒരു രസമായിട്ട് പോകുമ്പോഴത്തേക്കും ഈ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് സിജു വിൽസണാണ് അഭിനയിക്കുന്നത്. അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പെർഫോമൻസസ് ഈ മെയിൻ റോൾ പ്ലേ ചെയ്തിട്ടുള്ള എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഈ സൈഡ് റോൾ അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ ചെറിയ വേഷങ്ങൾ വരുന്ന ഞാൻ പല ഈ യൂട്യൂബ് ഷോർട്സിലൊക്കെ കണ്ടിട്ടുള്ള അങ്ങനത്തെ ആക്ടേഴ്സൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അവരെല്ലാവരും വളരെ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് കൊറിയെന്ന് വരുന്നൊരു പുള്ളിയുണ്ട്. അദ്ദേഹം പിന്നെയും ഒരു ഭേദപ്പെട്ട ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. കൊറിയെന്ന് വരുന്നെന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന പുള്ളി ഭേദപ്പെട്ട രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഇതിനകത്ത് നമ്മുടെ ഈ സിജു വിൽസൺ വരുമ്പോഴത്തേക്ക് അസിസ്റ്റന്റ് ആയിട്ട് 2 പോലീസുകാർ വരും. രണ്ടുപേരും പോലീസിന്, ഒന്നാമത്തെ കാര്യം അവർ പോലീസിന്റെ ഒരു ഗെറ്റപ്പോ ലുക്കോ ഒന്നും തന്നെ ഇല്ല. രണ്ടാമത്തെ കാര്യം ആ ഒരു പ്ലേസ് ചെയ്തേക്കുന്നത് അവർ അഭിനയിച്ചിരിക്കുന്നത് വളരെ ഒരു ബിലോ ആവറേജ് ആയിട്ട് ഫീൽ ചെയ്തു. പലപ്പോഴും നമുക്കിങ്ങനെ അഭിനയിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അഭിനയിക്കുന്ന പോലെ. അതേപോലെ തന്നെ ഇതിൽ വേറൊരു ആക്ടറിനെ ഫീൽ ചെയ്തതാണ് നമ്മുടെ ഇതിനകത്തൊരു ഒരു വിക്ടിം ഉണ്ട്. വൺ ഓഫ് ദ സീരിയൽ കില്ലേഴ്സിന്റെ ഒരു വിക്ടിം ആയിട്ടുള്ള ഒരു മൊട്ടത്തിലുള്ള ഒരു പുള്ളിയും ഈ കണ്ടിട്ട് ഞെട്ടുന്നത് ഹാഹു എന്ന് പറഞ്ഞ ആശ്വസിക്കുന്നത് ഭയങ്കര ഡ്രാമയായിട്ട്. ഇത് സിനിമയല്ലേ, സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഈസിയാണ് പിക്കപ്പ് ചെയ്യാനായിട്ട്. നമ്മൾ ചെറിയൊരു എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് ക്യാമറയിൽ കിട്ടും. നാടകത്തിലൊക്കെയാണ് അല്ലെങ്കിൽ ഒരു കോമഡി സ്കെറ്റോ അല്ലെങ്കിൽ ഒരു റീൽസ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെ കുറച്ചുകൂടെ എക്സാജറേറ്റ് ചെയ്ത എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നുണ്ട്. ആ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്ക് അതൊരു കുറച്ചൊരു അരോചകമായിട്ട് ഫീൽ ചെയ്തു. എനിവേസ് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സിനിമയുടെ ഒരു ആസ്വാദന മികവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഓക്കെ ആയിട്ട് അങ്ങനെ പോകും. പിന്നെ ഒരു പോലീസുകാരൻ്റെ വേഷം ചെയ്തിരിക്കുന്നത്, അതായത് ആ ഒരു നാട്ടിലെ 3 മണ്ടം പോലീസുകാരിൽ ഒരു പോലീസുകാരൻ്റെ വേഷം ചെയ്തിരിക്കുന്ന പുള്ളി വളരെ ഒരു ബിലോ ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അതൊക്കെ നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. നല്ല രീതിയിൽ തന്നെയാണ് മ്യൂസിക് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ വേറൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തത് ഇതിനകത്ത് ക്യാമറ ഫീൽ ചെയ്യും. നമുക്ക് പല രംഗങ്ങളിലും ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ അഭിനയിക്കാൻ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോട്ടയം നസീർ സീമാജി നായർ നമ്മളൊരു കോമ്പിനേഷൻ ചെയ്യുന്നുണ്ട് വീട്ടിനകത്ത്. അപ്പം അതിനകത്ത് ഇങ്ങനെ അവരുടെ ഇടയിലൂടെ ക്യാമറ ഇങ്ങനെ പോവുകയാണ്. സോ അവർ അതിന് വേണ്ടി വളരെ അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങി കൊടുക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും.
ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ആ റെട്രോ സിനിമയിൽ അവർ ആ 17 മിനിറ്റ് സീൻ വിത്തൗട്ട് കട്ട് എങ്ങനെ എടുത്തു എന്നൊക്കെ നമുക്ക് അൺബിലീവബിൾ ആയിട്ട് തോന്നുന്നത്. കാരണം ഇതിൽ അവർ നിസ്സാര സീനിൽ പോലും അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങി നിന്ന് കൊടുക്കുകയാണ് ക്യാമറയ്ക്ക് പോകാനുള്ള സ്പേസ് ഒക്കെ. സോ അങ്ങനത്തെ കുറച്ച് ഫോൾട്ടൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ അതൊന്നും നമുക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ മൊത്തം സിനിമ ആസ്വാദനത്തിനെ അതൊന്നും അങ്ങനെ ബാധിക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ കീനായിട്ട് വാച്ച് ചെയ്തപ്പോൾ കണ്ടു, അത്രേ ഉള്ളൂ. അല്ലാതെ പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരു എബോ ആവറേജ് ആയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ത്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഫസ്റ്റ് ഹാഫിലൊക്കെ ആ ഒരു കുറച്ച് തമാശകളും പിന്നീട് ആ ഒരു സൈക്കോ കില്ലർ എന്നുള്ള കൺസെപ്റ്റിലോട്ട് വരുമ്പോഴുള്ള ആ നാട്ടുകാരുടെ ഒരു അപ്രോച്ചും അതൊക്കെ രസമുണ്ട്. കാരണം ഇത് ഒരിക്കലും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു സിനിമയായിട്ട് അങ്ങനെയല്ല. അത് നാട്ടുകാരെ അത് എങ്ങനെ ഡീൽ ചെയ്യുന്നു, അങ്ങനത്തെ നാട്ടുകാർ അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, അവർ ഈ കള്ളനെ പിടിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ കള്ളനല്ല ഐ മീൻ ഈ കില്ലറിനെ പിടിക്കാനായിട്ടുള്ള ടെക്നിക്സ് ഒക്കെ ആണെങ്കിൽ വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള കൊച്ചു കൊച്ചു അറ്റംപ്റ്റ്സ് ആണ്. കാരണം അത് അങ്ങനത്തെ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കഥയാണ്. ഒരിക്കലും ഒരു റിയലി ഇങ്ങനെ സംഭവിക്കുക അങ്ങനെയൊന്നും പറഞ്ഞ് ചെയ്യുന്നൊരു കഥയല്ല. ഇതൊരു പാരലൽ സ്ഥലത്ത് ചെയ്തിരിക്കുന്ന ഒരു കഥയാണ്. പിന്നെ എനിക്ക് ഇതിൽ ഒട്ടും എഗ്രി ചെയ്യാൻ പറ്റാത്തൊരു സാധനം ഇതിന്റെ ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഇതിന്റെ അകത്ത് സൈക്കോയുടെ ഒരു ബാക്ക് സ്റ്റോറി, നമ്മളെല്ലാത്തിലും കാണുമല്ലോ ഒരു ബാക്ക് സ്റ്റോറി, എൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ. സോ ഇതിലെ ബാക്ക് സ്റ്റോറി എനിക്ക് ഭയങ്കര ഒരു ബിലോ പാറായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു സാധനം ഇതിലെ ടെയിൽ എൻഡാണ്. അതായത് സിനിമ കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്, അതെല്ലാം സൂപ്പറാണ്, നല്ല രസമുണ്ട്. ഇനി എന്ത് എന്നുള്ള ഒരു സാധനത്തിനൊക്കെ ഒരു ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ഒരു ടെയിൽ എൻഡ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ക്രെഡിറ്റ്സും കഴിഞ്ഞിട്ട് വേറൊരു സാധനം വരുന്നുണ്ട്. അത് മറ്റൊരു സിനിമയുടെ കുറച്ച് വിശേഷങ്ങളാണ്. ആ സാധനം നിങ്ങൾ ഒരിക്കലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരുത്. ഞാൻ ഈ ടെയിൽ എൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ പോകാനായിട്ട് പോയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് വാഷ്റൂം പോയിട്ട് തിരിച്ചതിന് വന്നപ്പോൾ പിന്നെയും സൗണ്ട് കേൾക്കും. അപ്പോൾ ഓടിപ്പോയി നോക്കിയപ്പോഴത്തേക്ക് പിന്നെയും അടുത്ത മറ്റൊരു സിനിമ അപ്കമിങ് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ മറ്റൊരു സിനിമയുടെ ഒരു കിടില അപ്ഡേറ്റ് അതിനകത്തുണ്ട്. മസ്റ്റായിട്ട് അത് നമ്മുടെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ട്. അത് വളരെ നൈസായിട്ടുണ്ടായിരുന്നു. അതൊരു ഭയങ്കര ഒരു കിടിലൊരു സാധനമായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഈ സിനിമയിൽ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ മാത്രമല്ല വേറൊരു സാധനം കൂടെ അവസാനം ഒളിഞ്ഞിരിപ്പുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി എക്സ്പ്ലോർ ചെയ്യാം. എന്താണ് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ തിയേറ്ററിൽ പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എനിക്ക് ഈ സിനിമ ഒരു എബോ ആവറേജ് ആണ്, ഒരു 3.5 on 5 ആണ് ഞാൻ പേഴ്സണലി ഇതിന് കൊടുക്കുന്ന റേറ്റിംഗ്. ധ്യാൻ ശ്രീനിവാസന്റെ ഒരു നല്ലൊരു പെർഫോമൻസ്, ഡീസെന്റ് മൂവിയാണ്. നിങ്ങൾക്ക് എല്ലാവരും ഫാമിലി ആയിട്ട് കണ്ടിരിക്കാവുന്ന, ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട, ഒരു സാധാരണ ഡീസെന്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. കണ്ടിരിക്കാം, നമുക്ക് ആസ്വദിക്കാം. കുറച്ച് തമാശകളും കുറച്ച് ത്രില്ലും ഒക്കെ ആസ്വദിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി കാണാം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJVS എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ സൈനിങ് ഓഫ്, ബൈ.